ഇനി കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റം സംബന്ധിച്ചുള്ള വാർത്തകളാണ്. ചർച്ചകൾ സജീവമായിരിക്കും. നിർണായകമായ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം മറ്റന്നാൾ കോട്ടയത്ത് ചേരും. ജോസ് കെ മാണി ഇന്ന് 11:30 മാധ്യമങ്ങളെ കാണും. കോട്ടയത്ത് കേരള കോൺഗ്രസ് എം സംസ്ഥാന കമ്മിറ്റി ഓഫീസിലാണ് വാർത്താ സമ്മേളനം. ജോസി ബാബു വിവരങ്ങൾ നൽകും. ജോസി, കേരള കോൺഗ്രസ് എം LDF വിടുന്നു എന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത്. എന്തെങ്കിലും നിർണായക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാനിടയുണ്ടോ? ദിവ്യ, ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം, കേരള കോൺഗ്രസ് മാണി വിഭാഗം LDF വിടില്ല എന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ നേതൃതലത്തിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ അല്പസമയത്തിനകം വാർത്താ സമ്മേളനം നടത്തി ഈ കാര്യം ജോസ് കെ മാണി ആവർത്തിക്കാനാണ് സാധ്യത. നേതാക്കൾക്കിടയിൽ നടത്തിയ ഒരു പ്രാഥമിക ചർച്ചയിലാണ് ഉടൻ LDF വിടേണ്ട എന്നൊരു ധാരണയിലേക്ക് കേരള കോൺഗ്രസ് എത്തിയതെന്നുള്ള വിവരമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പങ്കുവെക്കുവാൻ കഴിയുന്നത്. അതിലും ചില സ്ഥിരീകരിക്കാത്ത ചില വിവരങ്ങൾ ഉണ്ട്. കാരണം ഇപ്പോഴും ചില ആളുകൾക്ക് UDF വിടണമെന്നുള്ള ആഗ്രഹമുണ്ട്. പ്രധാനമായും ആ ആവശ്യം പലരും ജോസ് കെ മാണി നേതാക്കളുമായി നടത്തിയ ആശയവിനിമയത്തിൽ പങ്കുവച്ചെങ്കിലും ഇപ്പോൾ LDF വിട്ട് പുറത്തു വന്നാൽ അതൊരു പാർട്ടിയുടെ വിശ്വാസ്യതയെ തന്നെ ബാധിക്കും, മൊത്തം സന്തുലനാവസ്ഥയെ അത് ബാധിക്കുമെന്നുള്ളൊരു പൊതുവിലയിരുത്തൽ പാർട്ടി നേതൃത്വത്തിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉടൻ LDF വിടില്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് LDF വിട്ട് UDFൽ ചേക്കേറേണ്ടതില്ല എന്നുള്ളൊരു പൊതു തീരുമാനത്തിലേക്ക് പാർട്ടി നേതൃത്വം എത്തിയതായാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ചില വിവാഹ ചടങ്ങുകളിലും സ്വകാര്യ പരിപാടികളിലുമൊക്കെയും ജോസ് കെ മാണിക്ക് പങ്കെടുക്കേണ്ടതുണ്ട്. അദ്ദേഹം വീട്ടിൽ വെച്ച് അതുകൊണ്ട് തന്നെ പ്രതികരണം നടത്തിയില്ല. ചടങ്ങുകളിൽ പങ്കെടുത്ത ശേഷം അല്പസമയത്തിനകം കോട്ടയത്ത് പാർട്ടി ഓഫീസിലെത്തും. അവിടെ വെച്ച് മുതിർന്ന കേരള കോൺഗ്രസ് നേതാവ് കുതിരവട്ടത്തിൻ്റെ അനുസ്മരണ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. അതിനുശേഷമായിരിക്കും വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളോട് ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തുകയെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അദ്ദേഹത്തിനോട് അടുത്ത വൃത്തങ്ങൾ ഇത് സംബന്ധിച്ച് ഈ വിവരമായിരിക്കും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പങ്കുവെക്കുവാൻ പോകുന്നതെന്നാണ് അറിയിച്ചിരിക്കുന്നത്. LDF ഉടൻ വിട്ടാൽ അത് പാർട്ടിക്ക് വലിയ രീതിയിലുള്ളൊരു തിരിച്ചടിയായി വിലയിരുത്തപ്പെടും. അത് UDFിലുള്ള ബാർഗൈനിങ് ശക്തി കുറയ്ക്കുമെന്നുള്ളതാണ് കേരള കോൺഗ്രസിൻ്റെ പൊതു വിലയിരുത്തൽ. പ്രധാനമായും ഇപ്പോൾ തിരഞ്ഞെടുപ്പ് തോൽവിക്കൊക്കെ പിന്നാലെ തങ്ങൾ അങ്ങോട്ട് പോയി സമീപിച്ചു എന്നുള്ളൊരു പൊതു സമീപനം അന്തരീക്ഷത്തിലുണ്ട്. കോൺഗ്രസിൻ്റെ ചില സൈബർ ഹാൻഡിലുകളടക്കം ജോസ് കെ മാണി അതിൽ വിമർശിക്കുന്നതിൽ കേരള കോൺഗ്രസിന് ആശങ്കയുണ്ട്. അതുകൂടാതെ CPM വലിയ രീതിയിലുള്ള പിന്തുണ നൽകിയെങ്കിലും ഇപ്പോൾ ഉണ്ടാകുന്ന ചർച്ചയിൽ CPMഉം സംശയത്തോടെ തങ്ങളെ നോക്കുന്നു എന്നുള്ള വിലയിരുത്തൽ. അതുമാത്രമല്ല ജോസി, കേരള കോൺഗ്രസ് എമ്മിനകത്തും അഭിപ്രായ ഭിന്നത ഇക്കാര്യത്തിൽ രൂക്ഷമായിരുന്നല്ലോ. ഇന്നലെ തന്നെ റോഷി അഗസ്റ്റിനായാലും പ്രമോദ് നാരായണനായാലും LDF വിടേണ്ടതില്ല എന്നൊരു തീരുമാനമായിരുന്നല്ലോ. അപ്പോൾ പാർട്ടി ഒരു പിളർപ്പിലേക്കൊക്കെ പോകുമോ എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ ഇന്നലെ നടന്നിരുന്നു. അത് വേണ്ടതില്ല, പാർട്ടിയിലെ അഭിപ്രായ ഭിന്നത കൂടി കണക്കിലെടുത്തൊരു തീരുമാനം എടുത്താൽ മതി എന്നായിരിക്കുമോ ജോസ് കെ മാണി ചിന്തിച്ചിട്ടുണ്ടാവുക? തീർച്ചയായും ദിവ്യ, ഇപ്പോൾ ഒരു അഴകുഴമ്പൻ നിലപാട് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയാൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം തിരിച്ചടിയാകും. അതുകൊണ്ട് ഉറച്ചൊരു നിലപാട് LDFിലാണോ ഉറച്ചു നിൽക്കുക, അല്ലെങ്കിൽ UDFിലേക്ക് പോകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറച്ച നിലപാട് പറയേണ്ടത് എന്നുള്ള കാര്യം ജോസ് കെ മാണിക്ക് വലിയ സമ്മർദ്ദമായി ഇപ്പോൾ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലൊരു നിലപാട് പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹം താഴെത്തട്ടിൽ അണികൾക്കിടയിലും അതോടൊപ്പം തന്നെ മുന്നണി സംവിധാനത്തിലും ഏത് മുന്നണിയുടെ ഭാഗമായാലും അത് അദ്ദേഹത്തിന് ക്ഷീണമാകും. രാഷ്ട്രീയമായ ഒരു തിരിച്ചറിവും ക്ഷീണവും കേരള കോൺഗ്രസ് ഉണ്ടാകുമെന്നുള്ള വലിയ രീതിയിലുള്ള ചർച്ച നേതാക്കൾക്കിടയിലുള്ള ആശയവിനിമയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കടുപ്പിച്ചുള്ളൊരു പ്രതികരണം, കടുത്ത തീരുമാനങ്ങൾ, അതായത് UDFിലേക്ക് ചേക്കേറുന്നതടക്കമുള്ള കടുത്ത തീരുമാനങ്ങൾ ഉടൻ എടുക്കില്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ നേതൃതലത്തിൽ നിന്നും അടുത്ത വൃത്തങ്ങൾ നമുക്ക് പങ്കുവെക്കുന്നതും. അക്കാര്യമായിരിക്കും മാധ്യമങ്ങളോട് ജോസ് കെ മാണി പങ്കുവെക്കുവാൻ പോവുക. എന്തായാലും രാവിലെ അദ്ദേഹത്തോട് പ്രതികരണം തേടിയപ്പോൾ അതിനാണ് അദ്ദേഹം ഈ ഒരു കാലതാമസം വരുത്തിയത്. ഇക്കാര്യത്തിലൊരു കൂടിയാലോചനകൾ നടത്തുന്നതിനാണ് കാലതാമസം വരുത്തിയതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പാലാ കരിങ്ങോഴിക്കിലെ വീട്ടിലെത്തിയപ്പോൾ സ്റ്റാഫ് മുഖാന്തരം ഇത്തരത്തിൽ പ്രതികരണം പാർട്ടി ഓഫീസിൽ വെച്ചാകാമെന്നുള്ളതാണ് അദ്ദേഹം അറിയിച്ചത്. പിന്നീട് കേരള കോൺഗ്രസിൻ്റെ മീഡിയ ഗ്രൂപ്പിലും ഈ അറിയിപ്പ് ഉണ്ടായി. 11 മണിക്ക് ശേഷം കോട്ടയത്ത് പാർട്ടി ഓഫീസിൽ മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചത്. നേരത്തെ തന്നെ ഈ വിഷയത്തിൽ പാർലമെന്ററി പാർട്ടിയിൽ ചില ഭിന്നാഭിപ്രായങ്ങളുണ്ട് എന്നുള്ള കാര്യം പുറത്തു വന്നിരുന്നു. പ്രമോദ് നാരായണനും അതിലൊക്കെ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ LDF വിടേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു ഉള്ളത്. അക്കാര്യം അവർ പാർലമെന്ററി പാർട്ടിയിൽ അറിയിക്കുകയും ചെയ്തു. അതാണ് ഒരു ആശയക്കുഴപ്പത്തിലേക്ക് പോയത്. നേരെ മറിച്ച് ജോബ് മൈക്കിൾ MLAയും അതോടൊപ്പം പൂഞ്ഞാർ MLA സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ അടക്കമുള്ളവർ UDFിലേക്ക് മടങ്ങിപ്പോകണമെന്നുള്ളൊരു ആവശ്യവും പ്രഖ്യാപിച്ചിരുന്നു. എന്തായാലും കോട്ടയത്തെ കോൺഗ്രസിൻ്റെയും DCC നേതൃത്വത്തിൻ്റെയൊക്കെയും നിലപാടും ഇക്കാര്യത്തിൽ കേരള കോൺഗ്രസിനെ ഇരുത്തി ചിന്തിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ
ഉടൻ കേരള കോൺഗ്രസ് മുന്നണി വിടില്ല എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പങ്കുവെക്കുവാൻ കഴിയുന്നത്. എന്തായാലും കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിൽ എപ്പോഴും സസ്പെൻസുകൾ ഉള്ള പാർട്ടിയാണ്. അതുകൊണ്ട് നമുക്കിപ്പോഴും അക്കാര്യത്തിൽ ഒരു അപ്രവചനീയത നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ നേരെ മറിച്ചുള്ള പ്രതികരണങ്ങളും അല്ലെങ്കിൽ നിലപാടും വന്നാലും അത്ഭുതപ്പെടാൻ